ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ കുറച്ച് നാളായില്ലേ നമ്മളൊരു ഓർഗനൈസർ ഉണ്ടാക്കിയിട്ട്. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഓർഗനൈസറാണ് കേട്ടോ. ഒരു മൾട്ടി ഓർഗനൈസറാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്, വെറും 2 മിനിറ്റ് മാത്രമേ വേണ്ടൂ നമുക്കിത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക, എന്തൊക്കെയാണ് അതിന് വേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ എന്താ ഈ ഫോം ഷീറ്റ് ഉപയോഗിച്ചാണ് ഇന്നത്തെ ഈ ഓർഗനൈസർ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഫോം ഷീറ്റിനാണ് 6 രൂപ വില വരുന്നത്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ വിലയും കാര്യങ്ങളൊക്കെ പറയുന്നൊരു വീഡിയോ ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അതേപോലെ തന്നെ ഞാനിത് ഒട്ടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഗ്ലൂ ഗൺ ആണ്. ഗ്ലൂ ഗണ്ണിൻ്റെ യൂസസും അതെങ്ങനെ ഉപയോഗിക്കാമെന്നും ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇനി ഗ്ലൂ ഗൺ ഇല്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല, ഫെവിക്കോളോ ഫെവി ബോണ്ടോ അങ്ങനെ എന്താ നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതുകൊണ്ട് നമുക്ക് ഒട്ടിക്കാം. അപ്പോൾ ഒട്ടിക്കുമ്പോൾ എന്തെങ്കിലും വെയിറ്റുള്ള സാധനം ഇതിൻ്റെ മുകളിലൊന്ന് കയറ്റി വെക്കേണ്ടി വരും. ഒന്ന് ഉണങ്ങാനായിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഗ്ലൂ ഗൺ ആകുമ്പോൾ വേഗം എളുപ്പത്തിൽ പരിപാടി കഴിയും. അപ്പോൾ ഞാൻ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടാണ് ഇന്നത്തെ ക്രാഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഫോം ഷീറ്റിൻ്റെ ഒരു സൈഡ് ഉണ്ടല്ലോ, ആ സൈഡിലത്തെ ഒരു ഭാഗം, കുറച്ച് ഭാഗം നേരെ പുറകിലേക്ക് വെച്ചിട്ട് മടക്കിയിട്ട് ഇതേപോലെ ഒട്ടിക്കുകയാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ ഹോളിൽ കൂടെ എന്തെങ്കിലും ചരടോ അല്ലെങ്കിൽ എന്തെങ്കിലും വള്ളിയോ റിബണോ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് തൂക്കിയിടാൻ വേണ്ടിയിട്ട് തൂക്കിയിടാൻ വേണ്ടിയിട്ട് കൊളുത്ത് പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഒട്ടിക്കണേക്കാൾ മുന്നേ ഇതേപോലെ റിബൺ ആദ്യം വെക്കണം, എന്നിട്ട് വേണം മടക്കിയിട്ട് ഒട്ടിക്കാനായിട്ട്. അല്ലെങ്കിൽ പിന്നീട് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റാനായിട്ട് ഭയങ്കര പാടായിരിക്കും. പിന്നെ ഞാൻ തുന്നി കൊടുക്കുകയാണ് ചെയ്തത്, ഞാനത് വിട്ടുപോയി ആദ്യം. അപ്പോൾ അതേപോലെ ചെയ്യണം, അതേപോലെ ചെയ്യായിരിക്കും എളുപ്പം. നിങ്ങൾ ചെയ്യുമ്പോൾ അതേപോലെ ചെയ്തോളൂ കേട്ടോ. അത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഫോം ഷീറ്റിൻ്റെ ഈ അടിഭാഗം ഉണ്ടല്ലോ, അത് നേരെ മുകളിലേക്ക് കയറ്റി വെച്ചിട്ട് ഏറ്റവും മുകളിലേക്ക് കയറ്റേണ്ട, കുറച്ച് വരെ, ഒരു 1/4 ഭാഗം വരെ കയറ്റി വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എവിടം വരെയാണെന്നുള്ളത്. എന്നിട്ട് ഇതേപോലെ ഗ്ലൂ ഗൺ വെച്ചിട്ട് നമുക്ക് ഒട്ടിക്കാം. അപ്പം ഞാനിവിടെ 2 കള്ളികളാക്കിയിട്ട് തിരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതേപോലെ ഒട്ടിക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. ഒരു കള്ളി മതി എന്ന് വെച്ചാൽ ഒരു കള്ളി മതി. അത് 3 കള്ളിയാക്കാൻ പറ്റില്ല, അത്രയ്ക്ക് വലിപ്പമില്ലല്ലോ. അപ്പോൾ 2 കള്ളിയാക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ 2 കള്ളിയാക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് അത് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഗ്ലൂ ഗൺ ആകുമ്പോൾ ഇതാണ് പ്രത്യേകത, വേഗം പരിപാടി കഴിയും, വേഗം പണി കഴിയും. അപ്പോൾ അത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓർഗനൈസർ റെഡിയായി, ഇത്രയേ ഉള്ളൂ. ഇനി ഈ റിബൺ ഞാൻ സാറ്റിൻ റിബൺ ഉപയോഗിച്ചിട്ടാണ് ഈ കുളത്ത് ഉണ്ടാക്കുന്നത്. അത് ഒന്ന് തുന്നി കൊടുക്കണം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യുകയാണെങ്കിൽ ആ പണിയും കൂടിയും ഇപ്പോൾ കഴിഞ്ഞേനെ. അപ്പം ഞാനത് ചെയ്യാൻ വിട്ടുപോയ കാരണം ഈ 2 സൈഡിലും അത് തുന്നി കൊടുക്കാൻ പോവാണ്. ഇനി നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഈ വാഷി ടേപ്പാണ് യൂസ് ചെയ്യുന്നത്. വാഷി ടേപ്പ് വെച്ചിട്ട് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഈ ഫ്ലവർ ഉണ്ട്, അത് മോളുടെ ഹെയർ ബാൻഡും ഉണ്ടായിരുന്നതാണ്. അത് പൊട്ടിക്കളയാൻ പോയപ്പോൾ ഈ ഫ്ലവർ മാത്രം ഞാൻ അതിൽ നിന്ന് എടുത്ത് വെച്ചിരുന്നു. അപ്പം നമ്മൾ ഉപേക്ഷിക്കാനായിട്ട് പോകുമ്പോൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ അതിൽ ഉണ്ടെങ്കിൽ എടുത്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഭാവിയിൽ ഇതേപോലെ യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നോക്കി നമുക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പം ഞാനത് ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഓർഗനൈസർ റെഡിയായി. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായല്ലോ, വളരെ സിമ്പിളാണ്, എളുപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തു. ഇനി നമുക്ക് ഒട്ടിക്കണതിന് പകരം തുന്നി കൊടുക്കണമെങ്കിൽ തുന്നി കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെയും നമുക്ക് ചെയ്യാം. ഇനി നമുക്കിത് എന്തിനൊക്കെ യൂസ് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കിച്ചണിൽ എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. കിച്ചണിൽ നമ്മൾ പെന്ന് വെക്കും, പെൻസിൽ, പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ബില്ലൊക്കെ കുറച്ച് നാളത്തേക്ക് സൂക്ഷിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഓർഗനൈസർ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിൽ അവരുടെ സ്റ്റഡി ടേബിളിൻ്റെ അവിടെ വെക്കുകയാണെങ്കിൽ അവരുടെ പേന, പെൻസിൽ, അവരുടെ എന്തെങ്കിലും സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അഥവാ ഇനി ഓഫീസ് വർക്കാണെങ്കിൽ ചെയ്യുന്നതെങ്കിൽ അവിടെയും ഇതേപോലെ പേന, പെൻസിൽ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് ഇത് യൂസ് ചെയ്യാം. പെട്ടെന്ന് എടുക്കാനും വെക്കാനൊക്കെ എളുപ്പമല്ലേ. ഇങ്ങനത്തെ ഒരു ഓർഗനൈസർ വാങ്ങണമെങ്കിൽ എത്ര രൂപയൊന്നും എനിക്കറിയില്ല. പിന്നെ ഇത് ലോങ് ലാസ്റ്റിങ്ങും ആണ്. നമ്മൾ അധികം വെയിറ്റ് ഉള്ളതൊന്നും വെക്കാണ്ടിരുന്നാൽ മതി. ഇതേപോലത്തെ പേന, പെൻസിൽ സാധനങ്ങൾ, സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ വെക്കാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ കുറേ നാൾ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താഴെ ഷെയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബട്ടൺ കാണുന്നില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്കത് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കണ്ടൻറ്റിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. എന്നാലല്ലേ നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം.
പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കുറേ പേരൊക്കെ മറക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കാര്യം മറക്കല്ല കേട്ടോ. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. താഴെ റെഡ് കളറിൽ കാണുന്ന ബട്ടൺ ഉണ്ടല്ലോ, അത് വേഗം ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. തൊട്ടപ്പുറത്തൊരു കുഞ്ഞി ബെല്ലൈക്കണും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബായ്.